Hello friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൈഫൈ റൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു UPS ആണ്. ഇത് വൈഫൈ റൂട്ടറിന് മാത്രമല്ല നമ്മുടെ CCTV ക്യാമറ അതുപോലെ സെറ്റ് ടോപ്പ് ബോക്സ് അതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു ഞാൻ നോക്കുമ്പോൾ Zinq ടെക്നോളജീസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഒരു മേക്ക് ഇൻ ഇന്ത്യ ഭാഗത്തിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ടായ കമ്പനിയാണ്. ഇത് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. 1 year ഗ്യാരണ്ടി ഉള്ളതാണ്. ഇത് പവർ ബാങ്ക് അങ്ങനെയൊക്കെ ഇറക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഇതിൻ്റെ ഒരു UPS ആണ് നമ്മുടെ മോഡത്തിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് 12 വോൾട്ടിൻ്റെ UPS ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ബോക്സ് എടുത്ത് കാണിച്ചാലെടുത്ത്. അപ്പോൾ നമ്മുടെ മോഡത്തിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേറ്റിംഗ് കാണാം. 12 വോൾട്ടാണോ 9 വോൾട്ടാണോ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇത് 12 വോൾട്ട് 2 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ മോഡൽ 12 വോൾട്ട് 1 ആംപിയർ ആണ്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു 4 hour ഒക്കെ ഇത് കിട്ടുന്നതാണ്, ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചാർജിങ് ഒന്നുമല്ല, ഡയറക്റ്റ് ഇതിൽ കുത്തിയിട്ടാണ് അങ്ങനെ കൊടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരു വലിയ പാടൊന്നുമില്ലാത്ത ഈസി സ്റ്റെപ്പാണ്. ജസ്റ്റ് നമ്മുടെ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ പ്രസ്സാക്കി ഓളാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗ് പോയാലോ. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബോക്സ് ഇതാണ്. അപ്പോൾ Zinq ടെക്നോളജീസ് ഇതിൻ്റെ 12 വോൾട്ട് UPS എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കണം. 12 വോൾട്ടും ഉണ്ടാവും, 9 വോൾട്ടും ഉണ്ടാവും, ചിലത് 7 വോൾട്ടും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. സംഭവം ഭയങ്കര ചെറുതാവാനേ സാധ്യതയുള്ളൂ. പിന്നെ ലൈറ്റ് വെയ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻ്റലിജൻറ്റ് ചാർജിങ് അപ് ടു 4 hour. പിന്നെ കോമ്പാറ്റബിൾ വിത്ത് വൈഫൈ റൂട്ടേഴ്സ്, Intercom, സെറ്റ് ടോപ്പ് ബോക്സ്, CCTV. അപ്പോൾ അതിൻ്റെ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 2,999 എന്നാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ വാങ്ങിയത് 1599 പക്ഷേ ശരിക്കുള്ള പ്രൈസ് 1899 ആണ്. 1 year വാറണ്ടി കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാം. ആമസോണിൽ വാങ്ങിയതാണ്, ലിങ്ക് ഞാൻ താഴെ ഇടാം. ഇവിടെ ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം. അത് ഭയങ്കര ചെറുതാട്ടോ, ശരിക്കും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അത്രേ ഉള്ളൂ, അത്രയും ചെറുത്. പാക്കേജിങ് മോശമല്ലേ, പക്ഷേ ബോക്സ് പേപ്പർ ബോക്സാണ്. Zinq ടെക്നോളജീസുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഒരു ആവറേജാണെന്ന് പറയാം, പക്ഷേ വെയിറ്റ് തീരെ ഇല്ല. ഒരു LED കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിൽ വേറെ എന്തെല്ലാം നോക്കാം. പിന്നെ ഒരു ഹാപ്പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ആമസോണിൻ്റെ ആണെന്നുണ്ട്. അതുപോലെ ഇവരുടെ ഒരു മാനുവലും കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന്. അതൊക്കെ പാക്കേജ് കണ്ടന്റ് എന്തൊക്കെയാണ് നമുക്ക് പാക്കേജ് ഫുൾ തുറന്ന് നോക്കാം. ഈ സൈഡിലായിട്ട് അതിൻ്റെ കണക്റ്റേഴ്സും ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ, ഇതൊരു കണക്റ്റിങ് തന്നെയാണ്, കണക്ടറിൻ്റെ 2 ഇത് ആവശ്യമുള്ളവർക്ക്. ചില നമ്മുടെ റൂട്ടറിൻ്റെ ഇതിന് പ്ലഗ് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പം മെയിൻലി മിക്ക എല്ലാത്തിനും നമ്മുടെ ഡീഫോൾട്ട് ഈ പ്ലഗ് തന്നെ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് വയ്ക്കാം. എൻ്റെ പ്ലഗ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ 4 കണക്ടറും വന്നിട്ടുണ്ട്, അതുപോലെ ഒരു വയറും വന്നിട്ടുണ്ട്. ഇത് ഇൻ ഔട്ട് കൊടുക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് പോട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇവിടെ ഔട്ടെന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഔട്ട്, ഇവിടെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എന്താ പറയുക, വൈഫൈ റൂട്ടറിൻ്റെ അഡാപ്റ്റർ ഉണ്ടല്ലോ, അത് ഇന്നിലേക്ക് കൊടുക്കുക. പിന്നെ ഈ ഔട്ടിന്ന് ഇതെടുത്ത് നമ്മുടെ വൈഫൈയിലേക്ക് കൊടുക്കുക. വേറെ സംഭവം ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഈസി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ പ്ലഗ് കോമ്പാറ്റബിൾ ആണെന്ന് ആയി നോക്കണം, എന്നിട്ട് വേണം നമുക്കിത് സെലക്ട് ചെയ്യാൻ. അതിനാണ് അവരിത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഞാൻ അത് ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ ഒന്ന്. ഞാനിപ്പോൾ ഇത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഗ്രീൻ കളർ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ സാധനത്തിലേക്ക് എടുത്ത് കുത്തിയിട്ട് പിന്നെ ഇതിന്ന് ഔട്ട് എടുത്തിട്ട് ഇവിടേക്ക് കുത്തണം. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പ്, വേറെ ഒന്നുമില്ല. നമുക്ക് ഡയഗ്രാമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. നമ്മുടെ ഇത് ഓഫ് ആവില്ല, ഇതിന്ന് പവർ ഓട്ടോമാറ്റിക്കലിലേക്ക് വന്നോളും. അപ്പോൾ ചെറിയ സംഭവമാണ്, നമുക്ക് ഇത് വെക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ വേണമെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് വെച്ച് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ. ഇപ്പം എനിക്ക് ഇവിടെ സ്ഥലം ഉണ്ട്, കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ബാക്കപ്പ് ഒക്കെ ആയിട്ട് ഞാൻ ഇത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് കമൻറ്റ് റിപ്ലൈ തരാം. അപ്പോൾ Zinqൻ്റെ ഞാൻ ഇതിൻ്റെ ലിങ്കും അതുപോലെ റെസണായിട്ടാണ് നോർമലി ഒരു ബെസ്റ്റ് സെല്ലറിനൊക്കെ കാണിക്കുന്നത്, പക്ഷേ അത് ചൈന സാധനമാണ്. പിന്നെ വാറണ്ടിയും കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാണ്ടിരുന്നത്. പിന്നെ വിലയും കൂടുതലാണ്. ഇത് നമുക്ക് 1 year വാറണ്ടിക്ക് ഉള്ളതാണ്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, ഒരു സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് ഡയറക്റ്റ് വാങ്ങാൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ താഴെ ഇടാം, അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.